ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇഷ്ടപരമ്പരമായിട്ടുള്ള മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈദ്യരി മഹാലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, മോളെ കണ്ണന് രണ്ട് കാലും നന്നായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ നട്ടലിന് താഴെയായിട്ട് ചെറിയൊരു അനക്കമുണ്ട്. പക്ഷെ ആള് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാത്തത് കൊണ്ടിട്ടാണോ അതോ ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചത് കൊണ്ടിട്ടാണോ എന്നറിയില്ല, അങ്ങോട്ട് അത് ഓക്കെ ആകുന്നില്ല. മോള് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ മഹാലക്ഷ്മിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് വൈദ്യൻ. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കേണ്ട, അല്ല കണ്ണനിങ്ങനെ കാല് ചലിപ്പിക്കുന്ന കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ, അവരാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് വൈദ്യം പറയുമ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി പറയേണ്ട, കഴിഞ്ഞ ദിവസം കണ്ണേട്ടന്റെ ചെറുതായിട്ട് കാലനങ്ങുന്ന പോലെ എന്റെ അനിയത്തിക്ക് ഒരു സംശയം തോന്നിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വൈദ്യൻ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അത് എങ്ങനെയെങ്കിലൊക്കെ മൂടി പൊതിഞ്ഞ് വെച്ചേ പറ്റൂ. കാരണം കണ്ണനിപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഉള്ളത്. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിനി ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും ഈ മഹാരഹസ്യം ഒളിപ്പിച്ചേ മതിയാവൂ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് മോളെ, അറിയാലോ കണ്ണൻ ഈ പ്രാവശ്യം മണ്ഡലമാസത്തിന് മുമ്പ് തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന്. വൈദ്യരെ, അത് ഇനിയിപ്പോ അധിക നാളൊന്നും ഇല്ലല്ലോ. അതെ, അധിക നാളില്ല, പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് കണ്ണനെ കൊണ്ട് അതിന് മുമ്പ് തന്നെ സാധിക്കുമെന്ന്. പക്ഷെ കണ്ണനും കൂടി വിചാരിക്കണം. ഇവിടെ കണ്ണൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നില്ല, എന്തൊക്കെയോ തടസ്സം അയാളുടെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല വൈദ്യരെ, അറിയാലോ കണ്ണേട്ടന്റെ പെങ്ങളുടെ കാര്യം, അവള് ആ സാഗറിന്റെ കൂടെ പോയി എന്ന് പറയാണ്. ഞാൻ മനസ്സിലായി, ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാഗർ ഇനി ഒരു ദുഷ്ടനല്ല. അയാളുടെ സാഹചര്യം കൊണ്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്ഷമയൊക്കെ കൊടുക്കാം. പക്ഷെ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി, സമയം എടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അയാൾ ഓക്കെ ആണ്, ആൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ അനിയത്തിനെയും ഭർത്താവിനെ സ്വീകരിച്ചോ എന്നൊക്കെ പറയാണ്. അപ്പൊ മഹാലക്ഷ്മി പറഞ്ഞിട്ട്, ഞങ്ങളും അത് തന്നെയാണ് വൈദ്യരെ വിചാരിക്കണത് എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ വൈദ്യര് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണനെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്താനായിട്ട്. കണ്ണനോട് പറയുന്നുണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ കണ്ണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പെട്ടെന്ന് പറ്റുന്നില്ല. വീഴാൻ പോകുന്ന പോലെ തോന്നുവാണ്. മഹാലക്ഷ്മി അടുത്ത് വൈദ്യരി പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യ്, കണ്ണന്റെ അപ്പുറത്തെ കയ്യിൽ പിടിക്കും, ഞാൻ ഇപ്പുറത്തെ കയ്യിൽ പിടിക്കാൻ, നമുക്ക് രണ്ടുപേർക്കും കൂടി പൊക്കിയെടുത്തൊന്ന് നടത്താൻ വേണ്ടി നോക്കാന്ന് പറയാണ്. അപ്പൊ കണ്ണൻ പറയണ്ട, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം, നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മളെ മനസ്സിൽ വിചാരിച്ച എല്ലാം നടക്കും. താൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കണം തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വിചാരം തന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതൊന്നും സാധിക്കാത്തത്. ഞങ്ങളത് ശ്രമിച്ചു നോക്കട്ടെ, മോള് പിടിക്ക് എന്ന് പറയണം. അങ്ങനെ മഹാലക്ഷ്മി കണ്ണന്റെ ഒരു വശവും വൈദ്യരി ഇപ്പുറത്തെ വശവും പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കണ്ണനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അവിടെ തന്നെ കിടന്നു പോകാട്ടോ. മഹാലക്ഷ്മിയുടെ മുഖം ആകെ മാറുന്നുണ്ട്. വൈദ്യരി പറയുന്നുണ്ട്, മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, കണ്ണൻ എങ്ങനെയെങ്കിലും നമുക്ക് നടത്തിയേ പറ്റൂ. അതിന് എന്റെ മനസ്സിൽ ഒരു ആശയമൊക്കെ തോന്നുന്നുണ്ട്. മോളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്മയുടെ മുഖം തെളിഞ്ഞു വരാറില്ലേ? ഉണ്ട്, എന്റെ മനസ്സിലും ഒരു അമ്മയുടെ മുഖം തെളിഞ്ഞു വരാറുണ്ട്. നമ്മൾ രണ്ടുപേരും കാണുന്ന ആ അമ്മ ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെനിക്ക് നേരത്തെ സംശയം തോന്നിയതാണ്. എങ്കിലേ എനിക്ക് അമ്മ തോന്നിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു ചെറിയൊരു റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്, പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനുള്ള വലിയ വക തന്നെ കിട്ടും എന്ന് പറയാണ്. മഹാലക്ഷ്മി ചോദിക്കട്ടെ, അല്ല എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, കണ്ണന ഇപ്പൊ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം തന്നോടാണ്. തനിക്കത് അറിയാലോ? എനിക്കറിയാം. കണ്ണന കൂടപ്പിറപ്പുകളെക്കാളും ഇപ്പൊ ഏറെ ഇഷ്ടം എന്നെയാണ് എന്ന് പറയുമ്പോൾ, അതെ, തനിക്ക് എന്തെങ്കിലും ആപത്ത് വരുവാണെന്ന് പറഞ്ഞാൽ കണ്ണൻ തീർച്ചയായിട്ടും പ്രതികരിക്കില്ലേ? പ്രതികരിക്കൂ. പക്ഷെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അതല്ലേ താൻ പറയാൻ വരുന്നത്? ഒരു കാര്യം ചെയ്യാം, അയാൾ എഴുന്നേറ്റ് നടക്കും. കാരണം അയാൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല, പക്ഷെ മനസ്സിന്റെ ബലമാണ് പറ്റാത്തത്. അയാളെ ശരീരത്തിന്റെ തളർച്ചയൊക്കെ മാറാവുന്നതേ ഉള്ളൂ, പക്ഷെ മനസ്സിന് ബലമില്ലെങ്കിൽ ശരീരവും തളർന്നിരിക്കും. അപ്പൊ മനസ്സിന് ആ ഒരു ബലം കിട്ടണം. അതിനുള്ളൊരു ഒറ്റ വഴിയെ ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്നുള്ളൂ. എന്താ വൈദ്യരെ, എന്താണെങ്കിലും ഞാൻ വൈദ്യരുടെ കൂടെ ഉണ്ട് എന്ന് മഹാലക്ഷ്മി പറയാണ്. എങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി ശ്രമിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്താ വൈദ്യര് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു വലിയ പ്ലാനാണ് തയ്യാറാക്കുന്നത്. അതെന്താണെന്ന് താനിപ്പോ അറിയണ്ട, കാരണം താനും ആ പ്ലാനിൽ ഒരു അംഗമാണ്. താനും ഒന്നും അറിയാതിരിക്കണേ നല്ലത്. അതിനൊരു റിയാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ താൻ ഇപ്പൊ അതൊന്നും അറിയണ്ട, പക്ഷെ തന്റെ കൺമുമ്പിൽ തന്നെ ആ മാജിക് ഉടനെ നടക്കും എന്ന് വൈദ്യരി പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് അങ്ങ് പോകുവാട്ടോ. ശേഷം മഹാലക്ഷ്മിയും കണ്ണനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടു മൂന്ന് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന തടിമാടന്മാര് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുവാട്ടോ. നിങ്ങൾ എന്തേ കാണിക്കണത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ കാണിക്കണേന്ന്? ഈ കണ്ണൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറയാണ്. അതെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പുറത്തേക്ക് പോ എന്ന് മഹാലക്ഷ്മി പറയണ. നീ അങ്ങോട്ട് തുള്ളലേടി പെണ്ണെ, നീ ആള് കൊള്ളാലോടി, നീ ഒരു സുന്ദരി തന്നെ, നിനക്ക് എന്തിനാടി ഈ തളർന്നൊടിഞ്ഞു കിടക്കുന്ന ഈ ഭർത്താവ് എന്ന് ആ ഗുണ്ടകൾ ചോദിക്കാണ്. അനാവശ്യം പറയരുത് എന്ന് മഹാലക്ഷ്മി പറയുമ്പോ, അതെ, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്.
ദേ ഈ തളർന്നുടി കിടക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, അയാളുടെ മുമ്പില് നിന്നെ അങ്ങോട്ട് റേപ്പ് ചെയ്യാൻ പോവാടി, നിന്നെ ഞങ്ങൾ അങ്ങോട്ട് എടുക്കാൻ പോകുവാണ്. നീ ഇതുവരെയായിട്ട് ഭർത്താവിന്റെ സുഖമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഭർത്താവിന് അതിനുള്ള കഴിവുമില്ല. അപ്പൊ നിനക്കും ആ ഒരു കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അങ്ങോട്ട് സ്വന്തമാക്കാൻ പോവാ. ഭർത്താവ് ഇങ്ങനെ നോക്കി നിൽക്കെ തന്നെ ദേ എന്നെ പിടിവിടാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് മരിക്കണം തന്നെയാണ് നല്ലത് എന്ന് മഹാലക്ഷ്മി പറയുമ്പോ, എങ്കിൽ നീ അങ്ങോട്ട് കൊന്നോടി, നീ ഒന്ന് മരിക്കടി എന്ന് പറയാണ്. അതിനുശേഷം ഗുണ്ടകളിൽ ഒരാൾ മഹാലക്ഷ്മിയുടെ കഴുത്തിനെ കയറി പിടിക്കാട്ടോ. വിട്, അയാളെ വിട്, വിട്, അയാളെ വിട് എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ രണ്ട് കാര്യങ്ങളും ശലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗുണ്ടകൾ ഇല്ലടാ, വിടില്ലടാ, നിന്റെ ഭാര്യ നിന്റെ കൺമുമ്പിൽ പെടഞ്ഞു മരിക്കണത് നിനക്ക് കാണാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറയാണ്. മഹാലക്ഷ്മിനെ ഉന്തിത്തള്ളി ആ ഒരു ഡോറിന്റെ സൈഡിലേക്ക് കൊണ്ട് നിർത്തുവാട്ടോ. ശേഷം മഹാലക്ഷ്മിയുടെ കഴുത്തിങ്ങനെ ഇങ്ങനെ കഴുത്തിങ്ങനെ പിടിച്ചിട്ട് കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, അതിലൊരു ഗുണ്ടയുടെ ആ കത്തി വെച്ചിട്ട് മഹാലക്ഷ്മിയുടെ വയറ്റിനിട്ട് ഇങ്ങനെ കുത്താൻ വേണ്ടി പോവാണ്. ആ സമയത്ത് കണ്ണൻ വീടെന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ ബലം പിടിക്കുമ്പോഴേക്കും അതിലൊരു ഗുണ്ട കണ്ണനെ തടഞ്ഞു പിടിക്കാണ്. കണ്ണൻ രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് ആ ഗുണ്ടനെ ഒരൊറ്റ തള്ളാണ്. ശേഷം പതുക്കെ കണ്ണൻ ഇങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ആ സമയത്ത് ഒരു ഗുണ്ടകൾ കണ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അയാൾക്ക് ചെറിയ അനക്കം സംഭവിച്ചെന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിലൊരു ഗുണ്ട വേഗം തന്നെ മഹാലക്ഷ്മിയുടെ വയറ്റിനിട്ട് ഒരു കത്തി കയറ്റുന്ന പോലെ ഇങ്ങനെ അത് വയറ്റിനിട്ടല്ല, ആ ഡോറിനിട്ടാണ് കത്തി കയറ്റണത്. പക്ഷെ മഹാലക്ഷ്മി വിചാരിക്കും മഹാലക്ഷ്മിയുടെ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി എന്ന് വിചാരിച്ചിട്ട് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കാണ്. അത് കാണുമ്പോൾ കണ്ണൻ ഇങ്ങനെ ചാടി എഴുന്നേക്കാട്ടെ, മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി എഴുന്നേക്കാണ്. പെട്ടെന്ന് മഹാലക്ഷ്മി നോക്കുമ്പോഴേക്കും കത്തിയുടെ കുത്തൊന്നും കൊണ്ടിട്ടില്ല. അതേ വരുന്ന വൈദ്യൻ കൈ അടിച്ചുകൊണ്ട് സൂപ്പർ സൂപ്പർ, എന്റെ തന്ത്രം വിജയിച്ചു, നിങ്ങളിങ്ങോട്ട് പോര് എന്ന് ഗുണ്ടകളെ വിളിക്കാട്ടോ. അപ്പോഴേക്കും ഇത് എന്തൊക്കെയാ സംഭവിക്കണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണൻ സാറേ ഒന്ന് നോക്കിക്കേ, ശരീരം ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്ന്. കണ്ണൻ ഞെട്ടിപ്പോവാണ്. താൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോ ഇതെല്ലാം വൈദ്യരുടെ അതെ, ഇതൊക്കെ എന്റെ പയ്യന്മാരാണ്. ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കണ്ടില്ലടോ. കാരണം തനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം തന്നെ മഹാലക്ഷ്മിനെയാണ്. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം പറ്റി മഹാലക്ഷ്മി മരിക്കാൻ പോവാന്ന് കണ്ട തന്റെ കൺമുമ്പിൽ കണ്ട താൻ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു തന്ത്രം പ്രയോഗിച്ചത്. സത്യം പറഞ്ഞാൽ എന്റെ ഈ പ്ലാന്റെ കാര്യം തന്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മി പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഹാലക്ഷ്മി അടുത്ത് പോലും പറയാത്തതിനെ കാരണം ആ സംഭവം നടക്കുമ്പോൾ അതിനൊരു റിയാലിറ്റി വേണമായിരുന്നു. അതുകൊണ്ടാ എന്തായാലും കണ്ണൻ നടന്നു, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാണ്. ഇപ്പൊ കണ്ണൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നടന്നാൽ കൂടെ മതി എന്ന് വൈദ്യര് പറയാണ്. വൈദ്യരുടെ മുമ്പിൽ രണ്ട് കൈകളും കൂപ്പി മഹാലക്ഷ്മിയും കണ്ണനും അങ്ങ് നിൽക്കാട്ടോ. ഒരു ദൈവത്തിന്റെ രൂപമായിട്ടാണ് ഇപ്പൊ വൈദ്യരെ അവര് കാണുന്നത്. അങ്ങനെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. മഹാലക്ഷ്മി വേഗം പോയിട്ട് കണ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി ഭാഗമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.